ഈ സ്ഥലം ഗുരുവായൂർ തെക്കേനടയിൽ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിൻ്റെ വലതുവശത്തായിട്ട് മൂലയിലായിട്ട് ഉള്ള ഒരു കടയാണ് അയ്യപ്പൻ നായരുടെ കട, അയ്യപ്പൻ നായർ ആൻഡ് സൺസ്. ഈ കടയിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു അത്ഭുത ലോകം തന്നെയാണ്. നമ്മൾ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കടകളിലെ ഓരോരോ വസ്തുക്കളുമാണ് നമുക്ക് വലിയൊരു ആകർഷണം എന്നുള്ളത്. പക്ഷേ ഈ അയ്യപ്പൻ നായരുടെ കടയിൽ കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഉള്ള ഒരു വലിയൊരു ലോകമാണ് തന്നെയാണ്. അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ശില്പങ്ങൾ, സെറാമിക്കിലും അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ, ലോഹങ്ങളിൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കരകൗശല വസ്തുക്കൾ, അതുപോലെ നല്ല അതിമനോഹരമായ നമുക്ക് ഷോക്കേസിൽ എല്ലാം വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല നിർമ്മിതികളും ഇതിനകത്ത് കാണാൻ കഴിയും. അയ്യപ്പൻ നായരുടെ കടയിൽ വന്നിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ കടയിലൊന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വാങ്ങണം ഏത് വാങ്ങണ്ട എന്നുള്ളത് നമുക്ക് ആകെ കൺഫ്യൂഷനായിപ്പോവും. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതിനകത്ത്, ആ ഷോപ്പിനകത്തുള്ളത്. നമ്മളെപ്പോഴും ഗുരുവായൂർ വന്നു കഴിയുമ്പോൾ ഈ ഷോപ്പിൽ വേണ്ടെങ്കിലും കയറി വരുന്ന ഒരു ഷോപ്പാണിത്. അത്ര മനോഹരമായ കാഴ്ചകളാണ്. ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. നിങ്ങളതന്നെ കണ്ടു നോക്കൂ, എന്തെല്ലാം വസ്തുക്കളാണ് അവിടെ ഉള്ളത്. കാഴ്ച നമുക്ക് കണ്ട ഞാനിപ്പോൾ ഇതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് എടുക്കുമ്പോഴേക്കും ഇത്രയും സമയം പോരാ, നമുക്ക് കണ്ടു കഴിയാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. ഇതിൻ്റെ വളരെ ചെറിയൊരു കാഴ്ച മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊന്ന് കണ്ടു നോക്കൂ. എപ്പോഴെങ്കിലും ഗുരുവായൂർ വരുമ്പോൾ അയ്യപ്പൻ നായരുടെ കടയിലൊന്ന് കയറി നോക്കൂ. ഈ ഷോപ്പ് നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഗുരുവായൂർ വരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കട തന്നെയാണ്. ഇപ്പോൾ ഞാനിത് പുതിയതായിട്ട് പറയുന്നൊരു കാര്യമല്ല, പക്ഷേ അത് അറിയാത്ത ആളുകളും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ തന്നെ നോക്കൂ ഇതിനകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ്. എത്ര മനോഹരമായിട്ടാണ് അവരത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ ഒരു വിഗ്രഹം, ഗണപതിയുടെ തന്നെ പല പോസിലുള്ള ഗണപതികളുണ്ട്. ശിവപാർവതി ഫാമിലി. നല്ല മനോഹരമായ നെറ്റിപ്പട്ടം, അതും നല്ലൊരു കാഴ്ചയാണ്. അനന്തശയനം ആണ്. ഇത് മരത്തിൽ തീർത്തിട്ടുള്ളതാണ്. മരത്തിലുള്ള ശില്പങ്ങളും ഉണ്ട്. അതിൻ്റെ ആ ഒരു സൂക്ഷ്മമായ കൊത്തുപണികളൊക്കെ നമുക്ക് ശരിക്കും അത്ഭുതമാണ്. നമുക്ക് കൃഷ്ണൻ്റെ വിഗ്രഹത്തിലൊക്കെ ചാർത്തണമെങ്കിൽ ഉള്ള മാലകൾ, അതും പലതരത്തിൽ നമുക്ക് ഇഷ്ടംപോലെ തിരഞ്ഞെടുക്കാൻ സാധനങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് സെലക്ഷൻ. ചുമരിൽ വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആനയുടെ തല, ലക്ഷ്മി മുട്ടുകുത്തി നിൽക്കുന്ന കൃഷ്ണൻ, ദേവിയുടെയൊക്കെ ഒരുപാട് വിഗ്രഹങ്ങൾ. അത്ര നിറമുള്ളൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ വിളക്കുകളുടെ ഒരു ശേഖരം. പല മോഡലിലുള്ള വിളക്കുകളാണ്, ഓട്ടുവിളക്കുകൾ, എല്ലാത്തരം സാധനങ്ങളും. ഇതൊക്കെ മരത്തിലുണ്ടാക്കിയിട്ടുള്ള ആനകളാണ്. തിടമ്പെഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം. നെറ്റിപ്പട്ടങ്ങൾ പലവിധം.
രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും എല്ലാവരും ഉണ്ട്. ബുദ്ധഭഗവാൻ, ശ്രീബുദ്ധൻ്റെ മുഖം നോക്കൂ, എന്തൊരു ശാന്തത. ഇത് തിരുപ്പതി ഭഗവാൻ. അതുപോലെ നമ്മുടെ അശോക സ്തംഭം. ചുമരിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരുപാട് മനോഹരമായ വസ്തുക്കൾ, രൂപങ്ങൾ, ഇതെല്ലാം ഉണ്ട്. വളരെ കുറച്ച് ഭാഗം മാത്രമേ എനിക്കിത് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് കയറി കഴിയുമ്പോൾ ഇനിയും ഇതിൽ കാണാത്ത പലതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. മറക്കണ്ട, ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിന് കോർണറിലായിട്ടാണ് അയ്യപ്പൻ നായരുടെ കടയുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഫാൻസി കടയും ഉണ്ട് അവരുടെ തന്നെ. എന്തായാലും വരുമ്പോൾ എല്ലാവരും കയറി നോക്കും.